മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷന് വിട. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്ത അന്തരിച്ചു. അമേരിക്കയിലെ ടെക്സസിലെ ഡാലസിൽ പ്രഭാത സവാരിക്കിടെ വാഹനാപകടത്തിൽ പരിക്കേറ്റ അദ്ദേഹം ചികിത്സയിലായിരുന്നു. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തുടർ നടപടികൾക്കായി എപ്പിസ്കോപ്പൽ സിനഡ് യോഗം ചേരും. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മധു കൊട്ടാരക്കര, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? ഈ എപ്പിസ്കോപ്പൽ സിനഡ് ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നാണ് സഭാ നേതൃത്വം അറിയിച്ചത്. എപ്പോൾ അതിന്റെ തുടർ നടപടികൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയം ഇന്നലെ പ്രഭാത നടത്തത്തിനിടയിലാണ് വാഹനം ഇടിച്ച് ഡോക്ടർ കെ പി ഓനാൻ എന്നറിയപ്പെടുന്ന അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്ത ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. അന്നേരം തന്നെ ലിഫ്റ്റ് ചെയ്താണ് ഡാലസിലെ മെത്തഡിസ്റ്റ് ആശുപത്രിയിൽ എത്തിക്കുകയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഏറെ വൈകി നമുക്ക് ഈ ശസ്ത്രക്രിയ വിജയകരമാണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഈ രക്തസ്രാവം പൂർണ്ണമായി പിടിച്ചു നിർത്തുവാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടെന്ന് ഇന്നലെ രാത്രി തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത നമ്മെ തേടിയിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശവസംസ്കാര ശുശ്രൂഷകളും അത് എവിടെയായിരിക്കും, അമേരിക്കയിലാണോ അല്ലെങ്കിൽ ഇന്ത്യയിലാണോ എന്നുള്ളതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു തീരുമാനം ഇവരുടെ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഡാലസിലെ ബിലീവേഴ്സ് ക്യാമ്പിൽ ഈ അവരുടെ ഈ യോഗം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും സഭയുടെ ഉന്നത സ്ഥാനങ്ങളിലുള്ള ആൾക്കാരും അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. വി കെ മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തുടർ നടപടികൾ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് എപ്പിസ്കോപ്പൽ സിനഡാണ്. സിനഡിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുക. അത് വൈകാതെ അത് സംബന്ധിച്ച് അറിയിപ്പുണ്ടാകുമെന്ന് സഭാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് സഭാ നേതൃത്വം അറിയിച്ചത്. അദ്ദേഹത്തിന് പ്രഭാത സവാരിക്കിടെ ഡാലസിൽ വെച്ച് വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്നു. ആശുപത്രിയിൽ വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു. പക്ഷേ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന പ്രതീക്ഷ ഇടയ്ക്കുണ്ടായിരുന്നു. ആ നിലയിലായിരുന്നു സഭാ നേതൃത്വം ചില വിശദീകരണങ്ങൾ നൽകിയത്. പക്ഷേ പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയും മരണകാരണമാവുകയും ചെയ്തു എന്നാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്.